ഹായ് ഫ്രണ്ട്സ്, ആർഡൻ ഡെന്റൽ സ്റ്റഡീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു. ഇനിയും ഞങ്ങളുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ജിഞ്ചേവ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ജിഞ്ചേവയുടെ അനാറ്റമി, എപ്പിത്തീലിയം എന്നിവയെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ജിഞ്ചേവൽ എപ്പിത്തീലിയത്തിൻ്റെ മോർഫോളജിയും ഫംഗ്ഷനും അനുസരിച്ച് നമുക്കവയെ മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഓറൽ അല്ലെങ്കിൽ ഔട്ടർ എപ്പിത്തീലിയം, സർക്കുലർ എപ്പിത്തീലിയം, ജംഗ്ഷണൽ എപ്പിത്തീലിയം എന്നിങ്ങനെ മൂന്നായിട്ടാണ് നമുക്കവയെ തിരിക്കാനായിട്ട് പറ്റുന്നത്. നമുക്ക് വീഡിയോയിൽ കാണാം, മാർജിനൽ ജിഞ്ചേവയുടെ ക്രസ്റ്റ് തൊട്ട് മ്യൂക്കോ ജിഞ്ചേവൽ ജംഗ്ഷൻ വരെ വരുന്ന പോർഷനാണ് ഓറൽ അല്ലെങ്കിൽ ഔട്ടർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ജിഞ്ചേവൽ സൾക്കസിനെ ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയമാണ് സർക്കുലർ എപ്പിത്തീലിയം. അതുപോലെ തന്നെ ജിഞ്ചേവയെ ടൂത്തുമായി അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നതാണ് ജംഗ്ഷണൽ എപ്പിത്തീലിയം. നമുക്ക് ഓരോ എപ്പിത്തീലിയത്തെ പറ്റിയും സെപ്പറേറ്റ് ആയി നോക്കാം. ഓറൽ അല്ലെങ്കിൽ ഔട്ടർ എപ്പിത്തീലിയം. മാർജിനൽ ജിഞ്ചേവയുടെ ക്രസ്റ്റ് മുതൽ മ്യൂക്കോ ജിഞ്ചേവൽ ജംഗ്ഷൻ വരെ വരുന്നതാണ് ഓറൽ അല്ലെങ്കിൽ ഔട്ടർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അതായത് മാർജിനൽ ജിഞ്ചേവ, അറ്റാച്ച്ഡ് ജിഞ്ചേവ, ഇന്റർഡെന്റൽ പാപ്പിലയുടെ ക്രസ്റ്റ് ഏരിയ തുടങ്ങിയവയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. 0.2 to 0.3 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഇവിടെയും എപ്പിത്തീലിയൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ 4 ലെയേഴ്സുകൾ നമുക്ക് കാണാനായി സാധിക്കും. പാരാകെരാറ്റിനൈസ്ഡ് അല്ലെങ്കിൽ കെരാറ്റിനൈസ്ഡ് ആയിട്ടാണ് കാണുന്നതെങ്കിലും കൂടുതലും പാരാകെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയമാണ് ഉണ്ടാവുക. സർക്കുലർ എപ്പിത്തീലിയം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് എന്താണ് ജിഞ്ചേവൽ സൾക്കസ് എന്ന്. ടൂത്തിന് ചുറ്റും കാണപ്പെടുന്ന വി ഷേപ്പിലുള്ള ഷാലോ ക്രെവിസിനെയാണ് നമ്മൾ ജിഞ്ചേവൽ സൾക്കസ് എന്ന് പറയുന്നത്. ആ ജിഞ്ചേവൽ സൾക്കസിനെ ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയത്തിനെയാണ് നമ്മൾ സർക്കുലർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. നമുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ മാർജിനൽ ജിഞ്ചേവയുടെ ക്രസ്റ്റ് തൊട്ട് ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിന്റെ കൊറോണൽ പാർട്ട് വരെയാണ് ഇവ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സർക്കുലർ എപ്പിത്തീലിയം ഒരു നോൺ കെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയമാണ്. അതിനോടൊപ്പം തന്നെ റീറ്റേപെക്സും ഇവിടെ കാണാനായി സാധിക്കത്തില്ല. നോൺ കെരാറ്റിനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ സ്ട്രാറ്റം കോർണിയം, സ്ട്രാറ്റം ഗ്രാനുലോസം എന്നീ ലെയേഴ്സുകൾ നമുക്കിവിടെ കാണാനായി സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞ കാര്യം, ഈസോപേജിയൽ ടൈപ്പ് ഓഫ് സൈറ്റോ കെരാറ്റിൻസ് ആയ K4, K13 എന്നിവയെ നമുക്ക് ഇവിടെയാണ് കാണാൻ സാധിക്കുന്നത്. മെർക്കൽ സെൽസ് ഇവിടെ ഉണ്ടാകാറില്ല. അതിനാൽ തന്നെ പ്രോബ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്ടൈൽ സെൻസേഷൻ ലഭിക്കാറില്ല. സർക്കുലർ എപ്പിത്തീലിയം ഒരു സെമി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിൻ കൂടിയാണ്. അതുവഴി ബാക്ടീരിയയുടെ ഇൻജൂറിയസ് പ്രോഡക്റ്റുകൾ ജിഞ്ചേവയിലേക്ക് സീപ്പ് ചെയ്തെത്തും. ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിൽ കാണുന്നത് പോലെ ന്യൂട്രോഫിൽസിനെ നമുക്കിവിടെ കാണാനായി സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിന്റെ പെർമിയബിലിറ്റി സർക്കുലർ എപ്പിത്തീലിയത്തെക്കാൾ കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. ജംഗ്ഷണൽ എപ്പിത്തീലിയം. ജിഞ്ചേവയെ ടൂത്തിനോട് അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നതാണ് ജംഗ്ഷണൽ എപ്പിത്തീലിയം. അതുകൊണ്ട് തന്നെ ജംഗ്ഷണൽ എപ്പിത്തീലിയത്തെ നമുക്ക് അറ്റാച്ച്മെന്റ് എപ്പിത്തീലിയം എന്നും പറയാം. ജംഗ്ഷണൽ എപ്പിത്തീലിയവും ജിഞ്ചേവൽ ഫൈബേഴ്സും ചേർന്നാണ് ജിഞ്ചേവയെ ടൂത്തുമായി അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ടിനെയും ചേർത്ത് നമുക്ക് ഡെന്റോ ജിഞ്ചേവൽ യൂണിറ്റ് എന്ന് പറയാം. ജംഗ്ഷണൽ എപ്പിത്തീലിയം ഒരു നോൺ കെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയമാണ്. അത് റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയത്തിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തു വരുന്നത്. ഗോട്ട്ലീബ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായി ജംഗ്ഷണൽ എപ്പിത്തീലിയത്തെ പറ്റി സൂചിപ്പിക്കുന്നത്. ഇനാമൽ മാട്രിക്സിന്റെ ഫോർമേഷന് ശേഷം ഇനാമലിന്റെ സർഫസിൽ കാണുന്ന തിൻ മെംബ്രെയിനെയാണ് നമ്മൾ പ്രൈമറി ഇനാമൽ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. പ്രൈമറി ഇനാമൽ ക്യൂട്ടിക്കിൾ ഫോം ചെയ്തു കഴിഞ്ഞാൽ അമിലോബ്ലാസ്റ്റ് ഷോർട്ടൻ ചെയ്യുകയും അതിനോടൊപ്പം എപ്പിത്തീലിയൽ ഇനാമൽ ഓർഗൻ ഫ്യൂ ലെയേഴ്സ് ഉള്ള ഫ്ലാറ്റ് ക്യൂബോയിഡൽ സെൽസ് ആയി മാറുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. എറപ്ഷൻ നടക്കുമ്പോൾ ടൂത്തിന്റെ ടിപ്പ് ഓറൽ മ്യൂക്കോസയിൽ ടച്ച് ചെയ്യുന്നതും ഈ റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം ഓറൽ എപ്പിത്തീലിയവും തമ്മിൽ ഫ്യൂസ് ചെയ്യും. പ്രൈമറി ഇനാമൽ ക്യൂട്ടിക്കിളിന്റെ റെമനന്റിനെ ആഫ്റ്റർ എറപ്ഷൻ നമുക്കതിനെ നാസ്മിത്ത് മെംബ്രെയിൻ എന്ന് പറയാം. ടൂത്തിന്റെ ക്രൗൺ ടിപ്പിലുള്ള എപ്പിത്തീലിയം ഡീജനറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ടൂത്ത് ഓറൽ ക്യാവിറ്റിയിലേക്ക് എമർജ് ചെയ്യും. ഇങ്ങനെ ടൂത്ത് ഓറൽ ക്യാവിറ്റിയിലേക്ക് വരുമ്പോഴും ബാക്കിയുള്ള അൺഎറപ്റ്റഡ് പോർഷനിലും റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം ഉണ്ടാകും. ടിപ്പ് ഓഫ് ദ ക്രൗൺ എമർജ് ആകുന്നതും റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയത്തിനെ നമുക്ക് പ്രൈമറി അറ്റാച്ച്മെന്റ് എപ്പിത്തീലിയം അല്ലെങ്കിൽ ജംഗ്ഷണൽ എപ്പിത്തീലിയം എന്ന് പറയാം. അൺഎറപ്റ്റഡ് ടൂത്തിന്റെ ക്രൗണിൽ റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം അറ്റാച്ച്ഡ് ആയിരിക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി എപ്പിത്തീലിയൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അതേസമയം ജംഗ്ഷണൽ എപ്പിത്തീലിയമായി കൺവേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്കതിനെ സെക്കൻഡറി എപ്പിത്തീലിയൽ അറ്റാച്ച്മെന്റ് എന്നും പറയാം.
ജിഞ്ചേവൽ മാർജിൻ എത്തുമ്പോഴത്തേക്കും ഈ ജംഗ്ഷണൽ എപ്പിത്തീലിയം ഓറൽ എപ്പിത്തീലിയവുമായിട്ട് കണ്ടിന്യൂസ് ആയിരിക്കും. എറപ്റ്റ് ചെയ്യുന്നതനുസരിച്ച് റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം ഷോർട്ടൺ ചെയ്യും. 1 to 2 ഇയേഴ്സ് കൊണ്ടാണ് ഈ ഹോൾ പ്രോസസ്സ് നടക്കുന്നത്. ജംഗ്ഷണൽ എപ്പിത്തീലിയം റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയത്തിൽ നിന്ന് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു നോൺ കെരറ്റനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയമാണ്. ഇന്റർപ്രോക്സിമലി ഇത് അഡ്ജസന്റ് ടൂത്തിന്റെ ജംഗ്ഷണൽ എപ്പിത്തീലിയവുമായി ഫ്യൂസ് ചെയ്ത് കോൾ ഏരിയ ഫോം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കോൾ റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയത്തിൽ നിന്നാണ് ഫോം ചെയ്യുന്നതെന്ന്. ജിഞ്ചേവൽ സൾക്കസ് തൊട്ട് സിമന്റോ ഇനാമൽ ജംഗ്ഷൻ വരെയാണ് ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിന്റെ എക്സ്റ്റൻഷൻ. നമുക്കത് പിക്ചറിൽ കാണാൻ സാധിക്കും. ഇതിന്റെ ലെങ്ത് ആണ് 0.25 to 1.35 മില്ലിമീറ്റർ. കൊറോണൽ എൻഡിൽ, അതായത് ജിഞ്ചേവൽ സൾക്കസിന്റെ ബോട്ടം ഏരിയയിൽ ജംഗ്ഷണൽ എപ്പിത്തീലിയം തിക്കായിരിക്കും. 10 to 20 സെൽ തിക്നെസ് ഉണ്ടാകും. അപ്പേക്കലി പോകുന്തോറും ഇത് ടേപ്പർ ചെയ്യുകയും ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിന്റെ അപ്പേക്കൽ പോർഷനായ CEJ എത്തുമ്പോഴത്തേക്കും 1 to 2 സെൽ തിക്നെസ് മാത്രമേ ഉണ്ടാകൂ. ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിനെ 2 സ്ട്രാറ്റിഫിക്കേഷൻ ലെയേഴ്സുകളായിട്ട് നമുക്ക് തിരിക്കാം. ബേസൽ ലെയറും സുപ്രാ ബേസൽ ലെയറും. ബേസൽ ലെയറിലുള്ള സെല്ലുകൾ ക്യൂബോയിഡൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി സ്പിൻഡിൽ ഷേപ്പിലും സുപ്രാ ബേസൽ സെല്ലുകൾ ഫ്ലാറ്റുമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫ്ലാറ്റ് സെല്ലുകളെല്ലാം തന്നെ ടൂത്ത് സർഫസിന് പാരലുമായിട്ടിരിക്കും. സുപ്രാ ബേസൽ ലെയർ ടൂത്തിനെ ഫേസ് ചെയ്തും ബേസൽ ലെയർ കണക്റ്റീവ് ടിഷ്യൂവിനെ ഫേസ് ചെയ്തുമായിരിക്കും ഇരിക്കുന്നത്. സുപ്രാ ബേസൽ ലെയറിൽ ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിനെ ടൂത്തുമായി അറ്റാച്ച് ചെയ്യിപ്പിക്കുന്ന സെൽസ് ആണ് ഡേറ്റ് സെൽസ്, ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ടൂത്ത് സെൽസ്. സുപ്രാ ബേസൽ ലെയറിനെ ടൂത്തുമായി ചേർക്കുന്നത് ഇന്റേണൽ ബേസൽ ലാമിനയും ബേസൽ ലെയറിനെ കണക്റ്റീവ് ടിഷ്യൂവുമായി കണക്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ ബേസൽ ലാമിനയുമാണ്. നമുക്ക് പിക്ചറിൽ കാണാം, ഇന്റേണൽ ബേസൽ ലാമിനയാണ് വയലറ്റ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണൽ ബേസൽ ലാമിന റെഡ് കളറിലാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ബേസൽ ലാമിനയും സെല്ലുമായിട്ടുള്ള കണക്ഷൻ ഹെമി ഡെസ്മോസോംസ് വഴിയും അതേസമയം സെല്ലുകൾ തമ്മിലുള്ള കണക്ഷൻ ഡെസ്മോസോംസ് വഴിയുമാണ്. ഡേറ്റ് സെൽസും ഇന്റേണൽ ബേസൽ ലാമിനയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അറ്റാച്ച്മെന്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഡേറ്റ് സെൽസിന്റെ പ്ലാസ്മ മെമ്മറിയിലുള്ള ഹെമി ഡെസ്മോസോംസ് ഇന്റേണൽ ബേസൽ ലാമിനയുമായി അറ്റാച്ച് ആകുന്നതിനെയാണ് നമ്മൾ എപ്പിത്തീലിയൽ അറ്റാച്ച്മെന്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ടൈപ്പ് 4 കൊളാജന് പകരം ടൈപ്പ് 8 കൊളാജൻ ആണ് ഇന്റേണൽ ബേസൽ ലാമിനയിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ടൈപ്പ് 5 ലാമിനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണ ജിഞ്ചേവൽ എപ്പിത്തീലിയത്തിൽ കാണുന്ന കെരാറ്റിനോസോംസ് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആസിഡ് ഫോസ്ഫറ്റേസ് ആക്ടിവിറ്റിയും ഇല്ല. ജംഗ്ഷണൽ എപ്പിത്തീലിയം വളരെ ഹൈ ടേൺ ഓവർ റേറ്റ് ഉള്ള എപ്പിത്തീലിയമാണ്. എന്നിരുന്നാലും സാധാരണ കാണേണ്ടുന്ന K6 and K16 ടൈപ്പ് കെരാറ്റിൻസ് നമുക്കിവിടെ കാണാനായി സാധിക്കത്തില്ല. ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിന്റെ ടേൺ ഓവർ റേറ്റ് എന്ന് പറയുന്നത് 1 to 6 ഡേയ്സ് ആണ്. അതേസമയം ജിഞ്ചേവയ്ക്ക് 10 to 12 ഡേയ്സും പാലറ്റ് ആൻഡ് ചീക്കിന് 5 to 6 ഡേയ്സുമാണ് ടേൺ ഓവർ റേറ്റ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിന്റെ ടേൺ ഓവർ റേറ്റ് എത്രമാത്രം കൂടുതലാണെന്ന്. ജംഗ്ഷണൽ എപ്പിത്തീലിയം ക്ലിനിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെരിഡോണ്ടൽ ഡിസീസ് ഉണ്ടാകുന്നത് ഈ ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിന്റെ അറ്റാച്ച്മെന്റ് ലോസ് ഉണ്ടാകുമ്പോഴാണ്. കൺവേർഷൻ ഓഫ് ജംഗ്ഷണൽ എപ്പിത്തീലിയം ടു പോക്കറ്റ് എപ്പിത്തീലിയത്തിനെയാണ് നമ്മൾ പെരിഡോണ്ടൽ ഡിസീസിന്റെ ഹോൾമാർക്ക് എന്ന് പറയുന്നത്. ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിൽ തന്നെ ഉള്ള ആക്റ്റീവ് പോപ്പുലേഷൻ ഓഫ് സെൽസും ആന്റി മൈക്രോബിയൽ ഫങ്ഷൻസുമാണ് നമുക്ക് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് തരുന്നത്. പോളിമോർഫോ ന്യൂക്ലിയർ ന്യൂട്രോഫിൽസിന്റെ പ്രസൻസ് നമുക്കിവിടെ കാണാനായി സാധിക്കാം. എന്നിരുന്നാലും എപ്പിത്തീലിയത്തിന്റെ ഡിഫൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ലാംഗർഹാൻഡ് സെൽസ് ഇവിടെ ആബ്സെന്റ് ആണ്. 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിനെ ഡിഫൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആദ്യത്തത് ഹൈ ടേൺ ഓവർ റേറ്റ് ആണ്. ഇതുവഴി അറ്റാച്ച് ചെയ്യുന്ന ബാക്ടീരിയയെ റിമൂവ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും സാധിക്കും. 2 പ്രസൻസ് ഓഫ് ജിഞ്ചേവൽ ഫ്ലൂയിഡ്, ഇൻഫ്ലമേറ്ററി സെൽസ്, അതുപോലെ തന്നെ കമ്പോണൻസ് ഓഫ് ഇമ്മ്യൂണോളജിക്കൽ ഹോസ്റ്റ് ഡിഫൻസും നമുക്കിവിടെ കാണാനായി സാധിക്കും. 3ാമത്തെ കാര്യം എപ്പിത്തീലിയൽ അറ്റാച്ച്മെന്റ് അപ്പാരറ്റസ് ആണ്. ഇന്റേണൽ ബേസൽ ലാമിനയെ ഗ്ലൂ ചെയ്യാനായി സഹായിക്കുന്നത് ഇന്റഗ്രിൻസ് ആണ്. അതുപോലെ തന്നെ സെല്ലുകളുടെ ടൈറ്റ് ജംഗ്ഷനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടി സഹായിക്കുന്നത് കാദ്രിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് ആണ്. ജംഗ്ഷണൽ എപ്പിത്തീലിയവും ആൽവിയോലാർ ബോണും വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബയോളജിക്കൽ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. 1.07 to 1.97 ആണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ബയോളജിക്കൽ വിഡ്ത്തിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തും ഇൻഫ്ലമേഷൻ, പോക്കറ്റ് ഫോർമേഷൻ,
ലോസ് ഓഫ് ആൽവിയോലാർ ബോൺ എന്നുള്ള കാര്യങ്ങൾക്ക് കാരണമാകും. ടൂത്തിൽ അറ്റാച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇംപ്ലാന്റുകളിലും ഈ ജംഗ്ഷണൽ എപ്പിത്തീലിയൽ അറ്റാച്ച്മെന്റ് നമുക്ക് കാണാനായി സാധിക്കും. ഇത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ജംഗ്ഷണൽ എപ്പിത്തീലിയം ഒരു സെലക്റ്റീവ്ലി സെമി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിൻ ആണ്. അതുപോലെ തന്നെ ഗ്ലൈക്കോളിറ്റിക് ആക്ടിവിറ്റിയും സർക്കുലർ എപ്പിത്തീലിയത്തിൽ ഉള്ളതുപോലെ തന്നെ ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിലും കുറവാണ്. ഇത്രയുമാണ് ജിഞ്ചേവൽ എപ്പിത്തീലിയം. നമുക്ക് ഇനി ആ 3 ജിഞ്ചേവൽ എപ്പിത്തീലിയത്തിന്, അതായത് ഓറൽ എപ്പിത്തീലിയം, സർക്കുലർ എപ്പിത്തീലിയം, ജംഗ്ഷണൽ എപ്പിത്തീലിയം എന്നിവയെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ടേബിളിലേക്ക് നോക്കാം. കെരാറ്റിനൈസേഷൻ. ഓറൽ എപ്പിത്തീലിയം കെരാറ്റിനൈസ്ഡ് ആണ്, എന്നാൽ സർക്കുലർ എപ്പിത്തീലിയവും ജംഗ്ഷണൽ എപ്പിത്തീലിയവും നോൺ കെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയമാണ്. റീറ്റേപെക്സ് ഓറൽ എപ്പിത്തീലിയത്തിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സർക്കുലർ എപ്പിത്തീലിയത്തിലും ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിലും ആബ്സെന്റ് ആണ്. സ്ട്രാറ്റം ഗ്രാനുലോസും സ്ട്രാറ്റം കോർണിയും അതും ഓറൽ എപ്പിത്തീലിയത്തിൽ മാത്രമാണ് ഉണ്ടാവുക. സർക്കുലർ എപ്പിത്തീലിയം ജംഗ്ഷണൽ എപ്പിത്തീലിയം നോൺ കെരാറ്റിനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ലെയേഴ്സുകൾ ഉണ്ടാവത്തില്ല. മെർക്കൽ സെൽസും ഓറൽ എപ്പിത്തീലിയത്തിലാണ് ഉണ്ടാവുക, ബാക്കി രണ്ടിടത്തും ഉണ്ടാകാറില്ല. ലാംഗർഹാൻസ് സെൽസ് ഓറൽ എപ്പിത്തീലിയത്തിൽ പ്രസന്റ് ആണ്. സർക്കുലർ എപ്പിത്തീലിയത്തിൽ ഫ്യൂ ആയിട്ട് മാത്രമേ ഉണ്ടാവൂ, പക്ഷേ ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിൽ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. ടൈപ്പ് 4 കൊളാജൻ ഇൻ ബേസൽ ലാമിന, അത് ഓറൽ എപ്പിത്തീലിയത്തിൽ ഉണ്ടാകും, സർക്കുലർ എപ്പിത്തീലിയത്തിലും ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിലും ഉണ്ടാകാറില്ല. ടൈറ്റ് ജംഗ്ഷൻസ് ഓറൽ എപ്പിത്തീലിയത്തിലാണ് കൂടുതൽ, ബാക്കിയുള്ള എപ്പിത്തീലിയങ്ങളിൽ കുറവാണ്. ആസിഡ് ഫോസ്ഫേറ്റേസ് ആക്ടിവിറ്റിയും ഓറൽ എപ്പിത്തീലിയത്തിലാണ് ഉണ്ടാവുക, ബാക്കി രണ്ടിടത്തും ഉണ്ടാകാറില്ല. ഗ്ലൈക്കോളിറ്റിക് ആക്ടിവിറ്റിയും ഓറൽ എപ്പിത്തീലിയത്തിൽ കൂടുതലാണ്, ബാക്കി രണ്ടിടത്തും കുറവാണ്. ഇന്റർസെല്ലുലാർ സ്പേസ് ഓറൽ എപ്പിത്തീലിയത്തിലും സർക്കുലർ എപ്പിത്തീലിയത്തിലും നാരോ ആണ്, അതേസമയം ജംഗ്ഷണൽ എപ്പിത്തീലിയത്തിൽ വൈഡ് ആണ്. ജിഞ്ചേവയുടെ കണക്റ്റീവ് ടിഷ്യൂവിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ജിഞ്ചേവയുടെ കണക്റ്റീവ് ടിഷ്യൂവിന് നമ്മൾ പറയുന്ന പേരാണ് ലാമിന പ്രോപ്രിയ. ലാമിന പ്രോപ്രിയയ്ക്ക് 2 ലെയറുകളാണുള്ളത്. ഒന്ന് പാപ്പിലറി ലെയർ. എപ്പിത്തീലിയത്തിന്റെ പാപ്പിലറി പ്രൊജക്ഷൻസ് കാണുന്ന ഏരിയയാണ് പാപ്പിലറി ലെയർ എന്ന് പറയുന്നത്. അടുത്ത് റെറ്റിക്കുലർ ലെയർ ആണ്. പെരിയോസ്റ്റവുമായി ചേർന്ന് കാണുന്ന ഭാഗമാണ് റെറ്റിക്കുലർ ലെയർ എന്ന് പറയുന്നത്. കണക്റ്റീവ് ടിഷ്യൂവിന് സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ കമ്പോണന്റുകളുണ്ട്. ഇതിൽ എക്സ്ട്രാ സെല്ലുലാർ കമ്പോണൻസുകളിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസും ഫൈബേഴ്സും ആണ് വരുന്നത്. ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ലാമിനിൻ, ഫൈബ്രോനെക്റ്റിൻ തുടങ്ങിയവയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഫൈബ്രോനെക്റ്റിൻ ഫൈബ്രോബ്ലാസ്റ്റിനെ ഫൈബേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേസമയം ലാമിനിൻ അഡ്ഹഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കൊളാജൻ ഫൈബേഴ്സ്, റെറ്റിക്കുലാർ ഫൈബേഴ്സ്, എലാസ്റ്റിക് ഫൈബേഴ്സ് എന്നിവയാണ് ഫൈബർ കമ്പോണന്റിൽ വരുന്നത്. ഇതിൽ തന്നെ ടൈപ്പ് 1 കൊളാജൻ ആണ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ജിഞ്ചേവിക്ക് നല്ല സ്ട്രെങ്ത് കൊടുക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ടൈപ്പ് 4 കൊളാജനും കാണാനായിട്ട് സാധിക്കും. അത് ബേസ്മെന്റ് മെംബ്രെയിനിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. എലുവാനിൻ, എലാസ്റ്റിൻ, ഓക്സിറ്റാലിൻ തുടങ്ങിയവയാണ് എലാസ്റ്റിക് ഫൈബേഴ്സുകൾ എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽസുമായി ചേർന്നിട്ടാണ് ഇവ കൂടുതലും കാണുന്നത്. അതിൽ തന്നെ ഇവ ആൽവിയോലർ മ്യൂക്കോസയിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. റെറ്റിക്കുലാർ ഫൈബേഴ്സുകൾ എൻഡോത്തീലിയൽ കണക്റ്റീവ് ടിഷ്യൂ ഇന്റർഫേസുകളിലും എപ്പിത്തീലിയം കണക്റ്റീവ് ടിഷ്യൂ ഇന്റർഫേസുകളിലുമാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. കൊളാജൻ ജിഞ്ചേബൽ ഫൈബേഴ്സിന്റെ ഫോർമേഷനിലാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ടോട്ടൽ കണക്റ്റീവ് ടിഷ്യൂവിന്റെ 60% അടുപ്പിച്ചാണ് കൊളാജൻ ഫൈബേഴ്സുകൾ ഉണ്ടാവുക. ജിഞ്ചേബൽ ഫൈബേഴ്സ് ജംഗ്ഷണൽ എപ്പിത്തീലിയവുമായി ചേർന്ന് ഫോം ചെയ്യുന്ന ഡെൻഡോ ജിഞ്ചേബൽ യൂണിറ്റ് ആണ് ജിഞ്ചേവയെ ടൂത്തുമായി ചേർത്ത് വെക്കുന്നതെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിനൊപ്പം ജിഞ്ചേബൽ ഫൈബേഴ്സ് മാസ്റ്റിക്കേറ്ററി ഫോഴ്സിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് കൂടി ജിഞ്ചേവയ്ക്ക് നൽകും. ജിഞ്ചേബൽ ഫൈബേഴ്സ് മാർജിനൽ ജിഞ്ചേവയെ സിമന്റുമായിട്ടും അറ്റാച്ച്ഡ് ജിഞ്ചേവയായിട്ടും ചേർത്ത് വയ്ക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. കൊളാജൻ ടൈപ്സും അവയുടെ ലൊക്കേഷനും കാണിക്കുന്ന ടേബിളാണിത്. അതിൽ ടൈപ്പ് 1 കൊളാജൻ ബോൺ, ജിഞ്ചൈവ, പ്രിൻസിപ്പൽ ഫൈബേഴ്സ് ഓഫ് പെരിഡോണ്ടൽ ലിഗമെന്റ് എന്നിവിടങ്ങളിലാണ് കാണുന്നത്. ടൈപ്പ് 2 കൊളാജൻ കാർട്ടിലേജുകളിലും ടൈപ്പ് 3 കൊളാജൻ റെറ്റിക്കുലർ ഫൈബേഴ്സ്, ഗ്രാനുലേഷൻ ടിഷ്യൂ എന്നിവയിലും ടൈപ്പ് 4 കൊളാജൻ ബേസ്മെന്റ് മെംബ്രെയിലും കാണാനായി സാധിക്കും. അക്കോർഡിംഗ് ടു കരാൻസ, ജിഞ്ചൈവൽ ഫൈബേഴ്സുകളെ നമുക്ക് 2 ഗ്രൂപ്പുകളായി തിരിക്കാം. പ്രൈമറി ഗ്രൂപ്പ് എന്നും സെക്കൻഡറി ഗ്രൂപ്പ് എന്നും. പ്രൈമറി ഗ്രൂപ്പിൽ ജിഞ്ചൈവോ ഡെന്റൽ, സർക്കുലർ, ട്രാൻസെപ്റ്റൽ ഫൈബേഴ്സുകളാണ് വരുന്നത്. സെക്കൻഡറി ഗ്രൂപ്പിൽ സെമി സർക്കുലർ ഫൈബേഴ്സ്, ട്രാൻസ് ജിഞ്ചൈവൽ ഫൈബേഴ്സ് എന്നിവയും വരും. നമുക്കവയെ പിക്ചറിൽ കാണാം. നമ്മൾ പറഞ്ഞ ഫൈബർ ഗ്രൂപ്പുകളുടെ പിക്ചറാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓരോ ഫൈബർ ഗ്രൂപ്പും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തത് ജിഞ്ചൈവോ ഡെന്റൽ.
ടൂത്തിന്റെ സിമന്റം ഏരിയയിൽ നിന്ന് ഫാൻ ലൈക്ക് കൺഫോർമേഷനിലാണ് ഇവ സ്പ്രെഡ് ചെയ്യുന്നത്. ഇവ ജിഞ്ചേവയുടെ ക്രസ്റ്റ്, ഔട്ടർ സർഫസ്, പെരിയോസ്റ്റം എന്നിവയെ ജിഞ്ചേവയുമായി ചേർത്ത് വയ്ക്കുന്നു. ഇന്റർപ്രോക്സിമൽ ഏരിയസുകളിൽ ക്രസ്റ്റിലേക്കും അതുപോലെ തന്നെ ഫേഷ്യൽ ആൻഡ് ലിംഗൽ സർഫസുകളിൽ ഔട്ടർ സർഫസ്, പെരിയോസ്റ്റം എന്ന ഏരിയകളിലേക്കും ഈ ഫൈബേഴ്സുകൾ എക്സ്റ്റെൻഡ് ചെയ്യും. അടുത്തത് സർക്കുലർ ഫൈബേഴ്സുകളാണ്. ഇവ റിംഗ് പോലെ ടൂത്തിന് ചുറ്റും സർക്കിൾ ചെയ്താണ് കാണപ്പെടുന്നത്. ട്രാൻസെപ്റ്റൽ ഫൈബേഴ്സ് ഇന്റർപ്രോക്സിമലി ടൂത്തുകളുടെ സിമന്റത്തിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ബണ്ടിൽസ് ആയിട്ടാണ് ഇവ കാണപ്പെടുന്നത്. ജിഞ്ചേവൽ സൾക്കസ് തൊട്ട് ഇന്റർഡെന്റൽ ബോൺ വരെ കാണുന്ന ഇവയെ നമുക്ക് പെരിഡോണ്ടൽ ഫൈബേഴ്സ് ആയും കൺസിഡർ ചെയ്യാം. സെമി സർക്കുലർ ഫൈബേഴ്സ് ടൂത്തിന്റെ ഒരു പ്രോക്സിമൽ സർഫസ് തൊട്ട് അടുത്ത പ്രോക്സിമൽ സൈഡ് വരെയാണ് ഇവ എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന്. അടുത്ത ട്രാൻസ് ജിഞ്ചേവൽ ഫൈബേഴ്സ് ആണ്. നോൺ അഡ്ജസന്റ് ആയ രണ്ട് ടൂത്തിന്റെ പ്രോക്സിമൽ സർഫസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നവയാണ് ട്രാൻസ് ജിഞ്ചേവൽ ഫൈബേഴ്സ് എന്ന്. പ്രോക്സിമൽ സർഫസിൽ നിന്ന് എറേസ് ചെയ്ത് അഡ്ജസന്റ് ടൂത്തിന്റെ ബക്കൽ ആൻഡ് ലിങ്കലിലൂടെ ഡയഗണലി മൂവ് ചെയ്ത് അതിന്റെയും അടുത്ത അഡ്ജസന്റ് ടൂത്തിന്റെ പ്രോക്സിമൽ സർഫസിലാണ് ഇവ അറ്റാച്ച് ചെയ്യുന്നത്. ഏർലി ജിഞ്ചിവൈറ്റിസ് അല്ലെങ്കിൽ സ്റ്റേജ് 2 ജിഞ്ചിവൈറ്റിസ് എത്തുമ്പോൾ ആദ്യമായി അഫക്റ്റഡ് ആകുന്ന ജിഞ്ചേവൽ ഫൈബർ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഡെന്റോ ജിഞ്ചേവൽ ഫൈബേഴ്സും സർക്കുലർ ഫൈബേഴ്സുമാണ്. ഇവ അഫക്റ്റഡ് ആകുന്നത് മൂലവും ജംഗ്ഷണൽ എപ്പിത്തീലിയം അപ്പേക്ലി മൈഗ്രേറ്റ് ചെയ്യുന്നത് മൂലവുമാണ് പെരിഡോണ്ടൈറ്റിസും അതുപോലെ തന്നെ പോക്കറ്റ് ഫോർമേഷനും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ജിഞ്ചേവൽ റിസഷൻ ഉണ്ടാകുന്ന സമയത്ത് ട്രാൻസെപ്റ്റൽ ഫൈബർ ഗ്രൂപ്പുകളും സർക്കുലർ ഫൈബർ ഗ്രൂപ്പുകളുമാണ് അഫക്റ്റഡ് ആകുന്നത്. ഇതിന്റെ ഡാമേജ് കാരണമാണ് ജിഞ്ചേവ റെസീഡ് ചെയ്ത് താഴേക്ക് പോകുന്നത്. സെല്ലുലാർ കമ്പോണൻസിൽ ഫൈബ്രോബ്ലാസ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിനെ കൂടാതെ മാസ്റ്റ് സെൽ, മാക്രോഫേജസ്, ഹിസ്റ്റിയോസൈറ്റ്, അഡിപ്പോസ് ടിഷ്യൂസ്, ഈസ്നോഫിൽസ് മുതലായവയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫൈബ്രോബ്ലാസ്റ്റ് ജിഞ്ചേവൽ കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഡെവലപ്മെന്റ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. കൊളാജൻ, ഗ്ലൈക്കോപ്രോട്ടീൻ, ഗ്ലൈക്കോസമിനോഗ്ലൈക്കൻ, ഇലാസ്റ്റിക് ഫൈബേഴ്സ് എല്ലാം തന്നെ ഫൈബ്രോബ്ലാസ്റ്റ് ആണ് സിന്തസൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവയുടെ ഡീഗ്രഡേഷന് സഹായിക്കുന്ന കൊളാജിനേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് തന്നെയാണ്. അതുവഴി ഫൈബേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ഫൈബേഴ്സിന്റെ സിന്തസൈസ് അതുപോലെ തന്നെ ഡീഗ്രഡേഷനെ റെഗുലേറ്റ് ചെയ്യാനും ഫൈബ്രോബ്ലാസ്റ്റിന് സാധിക്കുന്നു. GCF ജിഞ്ചേവൽ ക്രെവിക്കുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സൾക്കുലാർ ഫ്ലൂയിഡ്. ഇതിനെ ഒരു ട്രാൻസുഡേറ്റ് അല്ലെങ്കിൽ എക്സുഡേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. 4 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് ഇവയ്ക്കുള്ളത്. 1 സൾക്കസിനെ ക്ലെൻസ് ചെയ്യുക, 2 എപ്പിത്തീലിയത്തിനെ ടൂത്തുമായി അറ്റാച്ച് ചെയ്യാനുള്ള പ്ലാസ്മ പ്രോട്ടീൻസുകളെ പ്രൊവൈഡ് ചെയ്യുക, ആന്റി മൈക്രോബിയൽ ഫങ്ഷൻസും അതിനോടൊപ്പം തന്നെ ആന്റിബോഡി ആക്ടിവിറ്റിയും ഇവയ്ക്കുണ്ട്. GCF ഒരു ബയോളജിക്കൽ ഫ്ലൂയിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെ ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതിലത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവയെ കളക്ട് ചെയ്യുന്ന മെത്തേഡുകളെ 2 ആയിട്ട് തിരിക്കാം. ഇൻട്രാ സൾക്കുലാർ മെത്തേഡ് എന്നും എക്സ്ട്രാ സൾക്കുലാർ മെത്തേഡ് എന്നും. നമ്മൾ ഇതിനെ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അബ്സോർബിംഗ് പേപ്പറിനെ സൾക്കസിലേക്ക് പ്ലേസ് ചെയ്യുന്നോ ഇല്ലയോ എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവയെ ഇൻട്രാ സൾക്കുലാർ എന്നും എക്സ്ട്രാ സൾക്കുലാർ എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻട്രാ സൾക്കുലാറിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ബ്രിൽ ടെക്നിക്കാണ്. ബ്രിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതലായിട്ട് മെത്തേഡ്സുകളെ കുറിച്ചും അതുപോലെ തന്നെ GCFനെ കുറിച്ചും ഏറ്റവും കൂടുതലായിട്ട് സ്റ്റഡി ചെയ്തിരിക്കുന്നത്. ഈ ബ്രിൽ ടെക്നിക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ അബ്സോർബിംഗ് പേപ്പറിനെ നമ്മൾ സൾക്കസിനകത്തേക്കും ഒരു റെസിസ്റ്റൻസ് കിട്ടുന്നത് വരെ ഇൻസർട്ട് ചെയ്യും. അങ്ങനെ ഇൻസർട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾക്കുലാർ എപ്പിത്തീലിയത്തിന് ഇറിറ്റേഷൻ ഉണ്ടാകും. അതാണ് ഈ ടെക്നിക്കിലെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എക്സ്ട്രാ സൾക്കുലാർ മെത്തേഡിനകത്ത് ആദ്യം വരുന്നത് ലോ ആൻഡ് പെഡേഴ്സൺ മെത്തേഡാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അബ്സോർബിംഗ് പേപ്പറിനെ സൾക്കസിന് അടുത്തോ അല്ലെങ്കിൽ പുറത്തോ വെച്ചിട്ടായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത്. രണ്ടാമത് വരുന്നത് പറഞ്ഞാൽ വിൻസ്റ്റീൻ ആൻഡ് കൊളീഗ്സ് മെത്തേഡാണ്. നമ്മളിവിടെ പ്രീ വെയ്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റഡ് ത്രെഡുകളെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ അത് പോയിട്ട് ബ്രില്ലിംഗ് ടെക്നിക്കിൽ തന്നെ മൈക്രോ പിപ്പറ്റും അതുപോലെ തന്നെ ഇൻട്രാക്രെവിക്കുലാർ വാഷിങ്സും യൂസ് ചെയ്ത് നമുക്കിവയെ കളക്ട് ചെയ്യാം. പ്രീ വെയ്റ്റഡ് ട്വിസ്റ്റഡ് ത്രെഡുകൾ, ഇൻട്രാക്രെവിക്കുലാർ വാഷിങ്സ് ഒക്കെ വെച്ച് നമുക്ക് GCFന്റെ എമൗണ്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. പെരിയോട്രോൺ എന്ന ഇലക്ട്രോണിക് ട്രാൻസ്ഡ്യൂസർ വെച്ചും അതുപോലെ തന്നെ വാട്സ്മാൻ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇവയെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ കളക്ട് ചെയ്യുന്ന GCFനെ നമ്മൾ നിൻഹൈഡ്രൻ സ്റ്റെയിൻ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം എൻലാർജ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് വഴിയോ അല്ലെങ്കിൽ മാഗ്നിഫൈയിങ് ഗ്ലാസ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചോ നമുക്ക് ഇവയെ മെഷർ ചെയ്യാം. HAR 600 ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെരിയോട്രോൺ.
നമുക്ക് ടേബിളിൽ കാണാം 1 ഡേയിൽ GCFിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 0.5 to 2.4 ml ആണ്. അതിൻ്റെ ഫ്ലോ റേറ്റ് നോർമലി 3 മൈക്രോ ലിറ്റർ പെർ അവറും പെരിഡോണ്ടൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ 44 മൈക്രോ ലിറ്റർ പെർ അവർ വരെ പോകാറുണ്ട്. അതുപോലെ തന്നെ pH 6.5 to 6.9 ആണ്. ഇവിടുത്തെ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ 3 to 4 ടൈംസ് ഗ്രേറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടന്റ് എന്ന് പറയുന്നത് സെറത്തിനെയും കാട്ടി മച്ച് ലെസ്സും ആയിരിക്കും. ഇൻഫ്ലമേഷൻ കണ്ടീഷനിൽ GCFിൻ്റെ എമൗണ്ട് കൂടാറുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ്റെ സിവിയാരിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇവ കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് ടേബിളിൽ GCFിൻ്റെ എമൗണ്ട് കൂടാനുള്ള കാരണങ്ങൾ, റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സിർക്കാഡിയൻ പീരിയോഡിസിറ്റി. 6 AM to 10 PM വരെയുള്ള ടൈമുകളിൽ GCFിൻ്റെ എമൗണ്ട് കൂടുകയും അതിനുശേഷം കുറയുകയും ചെയ്യാറുണ്ട്. സെക്സ് ഹോർമോൺസ്, പ്രഗ്നൻസി, ഓവുലേഷൻ, ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ് എല്ലാം തന്നെ GCFിൻ്റെ അളവ് കൂട്ടും. മെക്കാനിക്കൽ സ്റ്റിമുലേഷൻ ആയിട്ടുള്ള ച്യൂയിങ്, വിഗറസ് ആയിട്ടുള്ള ബ്രഷിംഗ് എല്ലാം തന്നെ GCFിൻ്റെ എമൗണ്ട് കൂട്ടാറുണ്ട്. സ്മോക്കിംഗ്, പെരിഡോണ്ടൽ തെറാപ്പി. ട്രീറ്റ്മെൻറ്റുകളുടെ കാര്യം വരുമ്പോഴത്തേക്കും GCFിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്ന് ടെട്രാസൈക്ലിൻ ആൻഡ് മെട്രോണിഡസോളിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ്റെ കോൺസെൻട്രേഷൻ ജിഞ്ചിവൽ ഫ്ലൂയിഡിൽ പ്ലാസ്മയേക്കാൾ 2 to 10 ടൈംസ് കൂടുതലുമായിരിക്കും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ജിഞ്ചിവയാണ് നമ്മൾ അടുത്തതായി സൂചിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട 7 ക്ലിനിക്കൽ ഫീച്ചേഴ്സുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. കളർ, സൈസ്, കോണ്ടോർ, ഷേപ്പ്, കൺസിസ്റ്റൻസി, സർഫസ് ടെക്സ്ചർ, പൊസിഷൻ. ഒന്ന്, കളറാണ്. ജിഞ്ചിവയുടെ നോർമൽ കളറായിട്ട് നമ്മൾ പറയുന്നത് കോറൽ പിങ്ക് ആണ്. അറ്റാച്ച്ഡ് ജിഞ്ചിവയും മാർജിനൽ ജിഞ്ചിവയുടെയും കളറാണ് ഈ കോറൽ പിങ്ക് എന്ന് പറയുന്നത്. ആൽവിയോലർ മ്യൂക്കോസ വരുമ്പോൾ കുറച്ചും കൂടി റെഡ്, സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടായിരിക്കും കാണുന്നത്. ആൽവിയോലർ മ്യൂക്കോസയുടെയും അറ്റാച്ച്ഡ് ജിഞ്ചിവയും തമ്മിലുള്ള ഒരു ഡിഫറൻസിൻ്റെ ടേബിളാണ് നമുക്ക് അടുത്ത് കാണാനായി സാധിക്കുന്നത്. അതിൽ നമുക്ക് കാണാം, ആദ്യത്തെ കളറാണ്. ആൽവിയോലർ മ്യൂക്കോസ റെഡ് കളറിലും അറ്റാച്ച്ഡ് ജിഞ്ചിവ പിങ്ക് കളർ, അതായത് കോറൽ പിങ്ക് കളറിലുമാണ് കാണപ്പെടുന്നത്. സർഫസ് ടെക്സ്ചറിനെ പറയുമ്പോഴത്തേക്കും ആൽവിയോലർ മ്യൂക്കോസ സ്മൂത്ത് ആൻഡ് ഷൈനി ആണ്, പക്ഷേ അറ്റാച്ച്ഡ് ജിഞ്ചിവ സ്റ്റിപ്പിൾഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എപ്പിത്തീലിയം നോക്കുമ്പോഴത്തേക്കും ആൽവിയോലാർ മ്യൂക്കോസയിൽ ഒരു തിന്നർ എപ്പിത്തീലിയമാണ്, നോൺ കെരാറ്റിനൈസ്ഡ് ആണ്. അതുപോലെ തന്നെ റീറ്റേപെക്സും ആബ്സെന്റ് ആണ്. അതേസമയം അറ്റാച്ച്ഡ് ജിഞ്ചിവയിലുള്ളത് തിക്കറാണ്, പാരാ കെരാറ്റിനൈസ്ഡ് ആണ്, റീറ്റേപെക്സ് പ്രസന്റ് ആണ്. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും അവിടെ മോർ ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. അതുപോലെ തന്നെ മോർ ബ്ലഡ് വെസൽസുകളും ആൽവിയോലാർ മ്യൂക്കോസയിൽ കാണാനായിട്ട് സാധിക്കും. അതേസമയം അറ്റാച്ച്ഡ് ജിഞ്ചിവയിൽ നോട്ട് സോ ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂം അതേസമയം മോഡറേറ്റ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ജിഞ്ചിവയുടെ കളറ് പ്രധാനമായിട്ടും 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. 1, അതിൻ്റെ കെരാറ്റിനൈസേഷൻ. 2, അതിൻ്റെ തിക്നെസ്. 3, അവയുടെ വാസ്കുലർ സപ്ലൈ. 4, പിഗ്മെന്റ് കണ്ടെയ്നിങ് സെല്ലുകൾ. പ്രധാനമായിട്ടും മെലാനിനാണ് വരുന്നത്. അത് പോരാഞ്ഞിട്ട് കെമിക്കൽ, തെർമൽ, സർജിക്കൽ, ഫാർമക്കോളജിക്കൽ ഓർ ഇഡിയോപ്പത്തിക് ഫാക്ടേഴ്സുകൾ കാരണം പിഗ്മെന്റേഷൻസ് ഉണ്ടാകാം. ഏറ്റവും കൂടുതൽ പിഗ്മെന്റേഷൻ കാണുന്നത് ഹാർഡ് പാലറ്റിലാണ്. ഹാർഡ് പാലറ്റ് കഴിഞ്ഞാൽ ജിഞ്ചിവ, അത് കഴിഞ്ഞ് മ്യൂക്കസ് മെംബ്രെയിൻ, ഏറ്റവും ലാസ്റ്റാണ് ടങ്ങിലുണ്ടാവുക. രണ്ടാമത്തത് അതിൻ്റെ സൈസാണ്. സെല്ലുലാർ, ഇന്റർ സെല്ലുലാർ ആൻഡ് വാസ്കുലർ സപ്ലൈക്ക് അനുസരിച്ചും ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ജിഞ്ചിവൽ ഡിസീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അടുത്ത അതിൻ്റെ കോണ്ടോർ. സ്കാലോപ്ഡ് ഷാർപ്പ് നൈഫ് എഡ്ജ് കോണ്ടോർ ആണ് നമ്മൾ സാധാരണ രീതിക്ക് ഒരു ടൂത്തിന് ഉണ്ടാവുക. ടൂത്തിൻ്റെ ഷേപ്പ് ആൻഡ് അലൈൻമെന്റ്, ലൊക്കേഷൻ ആൻഡ് സൈസ് ഓഫ് ദ ഏരിയ ഓഫ് പ്രോക്സിമൽ കോണ്ടാക്ട്, ഡയമെൻഷൻസ് ഓഫ് ദ ഫേഷ്യൽ ആൻഡ് ലിംഗ്വൽ എംബ്രേഷേഴ്സിനനുസരിച്ചും ഇതിൻ്റെ കോണ്ടോറിന് വ്യത്യാസം വരും. നാലാമത്തത് അതിൻ്റെ ഷേപ്പാണ്. ജിഞ്ചിവയുടെ കോണ്ടോറിനനുസരിച്ച് ഷേപ്പിലും ചേഞ്ച് ഉണ്ടാകും. ഇന്റർപ്രോക്സിമലി പ്രോക്സിമൽ ടൂത്തിന്റെ കോണ്ടോർ ആൻഡ് ലൊക്കേഷൻ, ഷേപ്പ് ഓഫ് ദ ജിഞ്ചിവൽ എംബ്രേഷേഴ്സിനനുസരിച്ചിട്ടും ഈ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാകും. കുഞ്ഞുങ്ങളിൽ ഇന്റർപ്രോക്സിമലി നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഇന്റർഡെന്റൽ പാപ്പിലയാണ് കാണാൻ സാധിക്കുന്നത് ഡ്യൂ ടു ഫിസിയോളജിക്കൽ സ്പേസിംഗ്. ജിഞ്ചിവയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഫേം ആൻഡ് റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. അത് കൂടുതലും അറ്റാച്ച്ഡ് ജിഞ്ചിവയാണ് കാണാൻ പറ്റുന്നത്. ഫ്രീ ആയിട്ടുള്ള മാർജിനൽ ജിഞ്ചിവ വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ലൂസ് ആയിട്ടായിരിക്കും കാണപ്പെടുക. സർഫസ് ടെക്സ്ചർ പറയുന്ന സമയത്തും സ്റ്റിപ്ലിംഗ് ഉണ്ടാകുന്നു. സ്റ്റിപ്ലിംഗ് അറ്റാച്ച്ഡ് ജിഞ്ചിവയിലാണ് സ്റ്റിപ്ലിംഗ് ഉണ്ടാവുക. അതിനെപ്പറ്റിയെല്ലാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്.
ഇനി അടുത്ത് അതിന് വരുന്നത് അതിൻ്റെ പൊസിഷനാണ്. ടൂത്ത് അറ്റാച്ച് ചെയ്യുന്ന ലെവലിനെ, ടൂത്തുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ലെവലിനെയാണ് നമ്മൾ പൊസിഷൻ എന്ന് പറയുന്നത്. ടൂത്തിൻ്റെ എറപ്ഷൻ അനുസരിച്ച് ഇതിൽ മാറ്റം വരാം. എറപ്ഷനെ നമുക്ക് രണ്ട് രീതിക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ആക്റ്റീവ് എറപ്ഷൻ എന്നും മറ്റൊന്ന് പാസീവ് എറപ്ഷൻ എന്നും. ടൂത്ത് ഒക്ലൂസൽ പ്ലെയിനിൻ്റെ ഡയറക്ഷനിലേക്ക് ടൂത്ത് തന്നെ മൂവ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ ആക്റ്റീവ് എറപ്ഷൻ എന്ന് പറയുന്നത്. ജിഞ്ചേവയുടെ അപ്പേക്കൽ മൈഗ്രേഷൻ കാരണം ഉണ്ടാകുന്ന ടൂത്തിൻ്റെ എക്സ്പോഷറിന് നമുക്ക് പാസീവ് എറപ്ഷൻ എന്ന് പറയാം. എറപ്ഷനെ പറ്റിയെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഗോഡ്ലീബ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഗോഡ്ലീബ് തന്നെയാണ് ജംഗ്ഷണൽ എപ്പിത്തീലിയത്തെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻസ് എല്ലാം തന്നെ തന്നത്. ഗോഡ്ലീബ് ഈ പാസീവ് എറപ്ഷന് 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടേബിളിൽ കാണാം അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന്. പാസീവ് എറപ്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസ് ഓഫ് ദ ജിഞ്ചേവൽ സൾക്കസ് ആൻഡ് ജംഗ്ഷണൽ എപ്പിത്തീലിയം ആർ ഓൺ ദ ഇനാമൽ. രണ്ടാമത്തെ സ്റ്റേജിൽ ബേസ് ഓഫ് ദ ജിഞ്ചേവൽ സൾക്കസ് ആൻഡ് ജംഗ്ഷണൽ എപ്പിത്തീലിയം ഈസ് ഓൺ ദ ഇനാമൽ ആൻഡ് പാർട്ട് ഓഫ് ദ ജംഗ്ഷണൽ എപ്പിത്തീലിയം ഈസ് ഓൺ ദ റൂട്ട്. സ്റ്റേജ് 3 എത്തുമ്പോഴത്തേക്കും ബേസ് ഓഫ് ദ ജിഞ്ചേവൽ സൾക്കസ് ഈസ് അറ്റ് ദ CEJ. അടുത്ത സ്റ്റേജ് 4 ബേസ് ഓഫ് ദ ജിഞ്ചേവൽ സൾക്കസ് ആൻഡ് ജംഗ്ഷണൽ എപ്പിത്തീലിയം ആർ ഓൺ ദ റൂട്ട്. ഇങ്ങനെ 4 ഡിവിഷൻസ് ആണ് ഗോഡ്ലീബ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നോർമലി ജിഞ്ചേവ അറ്റ് CEJയോ അല്ലാന്നുണ്ടെങ്കിൽ 1 to 2 millimeter എബവ് CEJ ആയിട്ടോ ആണ് കാണുന്നത്. അപ്പേക്കൽ മൈഗ്രേഷൻ ഓഫ് ജിഞ്ചേവ കാരണം ഉണ്ടാകുന്നതാണ് ജിഞ്ചേവൽ റിസഷൻ എന്ന് പറയുന്നത്. നമുക്ക് ജിഞ്ചേവയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിൻ്റെ ടേബിളിലേക്ക് നോക്കാം. കളർ കോറൽ അല്ലെങ്കിൽ പെയിൽ പിങ്ക് ആയിരിക്കും കാണപ്പെടുക. സർഫസ് ടെക്സ്ചർ പറയുമ്പോഴത്തേക്കും അറ്റാച്ച്ഡ് ജിഞ്ചേവ സ്റ്റിപ്പിൾഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. കോണ്ടോർ മാർജിനൽ ജിഞ്ചേവ നൈഫ് എഡ്ജഡും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ജിഞ്ചേവ ഫെസ്റ്റൂണ്ടും ആണ്. ഷേപ്പ് പറയുമ്പോൾ ഇന്റർഡെന്റൽ പാപ്പില്ല പിരമിഡൽ അല്ലെങ്കിൽ കോൾ ഷേപ്പിൽ കാണാനായിട്ട് സാധിക്കും. സൈസ് ഫിറ്റ്സ് സ്നഗ്ലി അറൌണ്ട് ദ ടൂത്ത്. കൺസിസ്റ്റൻസി ഫേം ആൻഡ് റെസിലിയന്റ് ആണ്. അറ്റാച്ച്ഡ് ജിഞ്ചേവയിലാണ് ഫേം ആൻഡ് റെസിലിയന്റ് ആയിട്ട് കാണപ്പെടുന്നത്. പൊസിഷൻ പറയുമ്പോൾ 1 to 2 millimeter എബവ് ദ CEJ. ബ്ലഡ് സപ്ലൈ പ്രധാനമായിട്ടും സുപ്രാ പെരിയോസ്റ്റൽ ആർട്ടീരിയോൾസിൽ നിന്നും വെസൽസ് ഓഫ് പെരിഡോണ്ടൽ ലിഗമെന്റിൽ നിന്നും പിന്നെ ആർട്ടീരിയോൾസ് ഫ്രം ദ ക്രസ്റ്റ് ഓഫ് ദ ഇന്റർഡെന്റൽ സെപ്റ്റയിൽ നിന്നുമാണ് ബ്ലഡ് സപ്ലൈ വരുന്നത്. ലിംഫാറ്റിക് ഡ്രെയിനേജ് പ്രധാനമായും റീജിയണൽ ലിംഫ് നോഡുകളിലേക്കാണ്, പർട്ടിക്കുലർലി സബ് മാക്സിലറി ഗ്രൂപ്പിലേക്ക്. നെർവ് ഇന്നർവേഷൻ പറയുമ്പോഴത്തേക്കും ഫ്രം ദ നെർവ്സ് ഇൻ ദ പെരിഡോണ്ടൽ ലിഗമെന്റ് ആൻഡ് ആൾസോ ഫ്രം ദ ലേബിയൽ ബക്കൽ ആൻഡ് പാലറ്റൽ നെർവ്സ്. ഇത്രയുമാണ് ജിഞ്ചേവ എന്ന ടോപ്പിക്. അടുത്ത ഒരു പുതിയ ടോപ്പിക്കുമായി കാണുന്നത് വരയ്ക്കും ഗുഡ് ബൈ.